ദൈവത്തിൻ്റെ കള്ളക്കടത്തുകാരൻ, ഗോഡ് സ്മഗ്ലർ, ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന വാക്കുകളല്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ സംശയിക്കേണ്ട. ദൈവത്തിനു വേണ്ടി കള്ളക്കടത്ത് നടത്തിയ അസാധാരണ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മുടെ എല്ലാ കൈകളിൽ ധാരാളം ബൈബിളുകളുണ്ട്. അത് സ്വതന്ത്രമായി കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ രാജ്യത്ത് ബൈബിളിന് വിലക്കില്ല. എന്നാൽ ഇന്നും ബൈബിൾ കൈവശം വെച്ചാൽ കൊല്ലപ്പെടുമെന്ന സ്ഥിതിയുള്ള രാജ്യങ്ങളുണ്ട്. നോർത്ത് കൊറിയ, സൊമാലിയ, സുഡാൻ, ബ്രൂണൈ, ഇങ്ങനെ പല രാജ്യങ്ങളിലും ബൈബിൾ സ്വതന്ത്രമായി കൊണ്ടു നടക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള രാജ്യങ്ങൾ പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു പ്രധാനമായിട്ട്. ഇന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. എന്നാൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഇരുമ്പുമറയ്ക്കകത്തേക്ക് ബൈബിളുകൾ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മിഷൻ ഏജൻസികളുണ്ട്. അവർ പ്രധാനമായും ചെയ്യുന്നത് ആ രാജ്യങ്ങളിലേക്ക് ബൈബിൾ കള്ളക്കടത്ത് നടത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ബൈബിൾ കള്ളക്കടത്ത് നടത്തിയ അസാധാരണമായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, ഗോഡ് സ്മഗ്ലർ എന്ന പേരിൽ. ദൈവത്തിൻ്റെ കള്ളക്കടത്തുകാരൻ. ലോകപ്രസിദ്ധമായ ബ്രദർ ആൻഡ്രുവിൻ്റെ ജീവിത കഥയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. 1928 മെയ് 11 നെതർലൻഡിലെ അൽക്മാറിൽ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ മകനായിട്ടാണ് ആൻഡ്രുവിൻ്റെ ജനനം. ഒരു സാധാരണ കുടുംബത്തിലാണ് ജനനമെങ്കിലും ചെറുപ്പത്തിൽ തന്നെ സാഹസിക ജീവിതത്തോട് അദ്ദേഹത്തിന് അമിതമായ താല്പര്യമുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ജർമ്മൻ സേന നെതർലൻഡിലേക്ക് അധിനിവേശം നടത്തി. ആ സമയത്ത് കൗമാരക്കാരനായിരുന്നു ആൻഡ്രു. പിന്നീട് ഡച്ച് സൈന്യത്തിൽ അദ്ദേഹം ചേരുകയും ഇന്തോനേഷ്യൻ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ ഭീകരതകൾ ആ ചെറുപ്പക്കാരനെ വല്ലാതെ ഉലച്ചുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ഒരമ്മയും കുഞ്ഞും സൈനികരുടെ വെടിയേറ്റ് മരിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം നേരിട്ട് കണ്ടത് ആൻഡ്രുവിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അങ്ങനെ മാനസികമായ സംഘർഷത്തിലിരിക്കുമ്പോഴാണ് തൻ്റെ അമ്മ തനിക്ക് നൽകിയ ഒരു ബൈബിളിനെ കുറിച്ച് അദ്ദേഹം ഓർക്കുന്നതും അത് വായിക്കുവാൻ തുടങ്ങുന്നതും. ആ ബൈബിൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമൂലമായി രൂപാന്തരപ്പെടുത്തി. ഈ രൂപാന്തരപ്പെടുത്തൽ, ബൈബിളിൻ്റെ ശക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൻഡ്രു ലോകമെങ്ങും ബൈബിൾ എത്തിക്കണമെന്ന വലിയൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയുവാനിടയായിത്തു. സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1955 അദ്ദേഹം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി തന്നെ വേർതിരിക്കുകയും മിഷണറി പരിശീലനത്തിന് വേണ്ടി സ്കോട്ട്ലൻഡിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് പോളണ്ടിൽ നടന്ന ഒരു യുവജന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അന്ന് പോളണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അവിടെ ഒരു യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അവിടെ യുവജനങ്ങളുമായി സംസാരിച്ചപ്പോഴാണ് അവർക്ക് ആർക്കും ബൈബിൾ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. ബൈബിൾ പരസ്യമായി കൊണ്ടു നടക്കുവാൻ പോലും പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ബൈബിൾ ലഭ്യമല്ലാത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ചൊരു പഠനം നടത്തുകയും ആ രാജ്യങ്ങളിലേക്ക് എങ്ങനെ ബൈബിൾ എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സൂക്ഷ്മമായി അദ്ദേഹം നിരീക്ഷിക്കുകയും ചെയ്തു. ഇരുമ്പുമറയ്ക്ക് പുറകിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, പീഡനം, ബൈബിൾ ദൗർലഭ്യത എന്നിവ തിരിച്ചറിഞ്ഞതോടെ ജീവിതം മുഴുവൻ ബൈബിൾ വിതരണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ബൈബിൾ എത്തിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ സമർപ്പിക്കുകയും ചെയ്തു. തൻ്റെ നീല ഫോക്സ് വാഗൻ ബീറ്റിൽ കാറിൽ പ്രത്യേക അറകൾ ഉണ്ടാക്കി ബൈബിളുകൾ ഒളിപ്പിച്ചു വെച്ച കിഴക്കൻ യൂറോപ്പിലെയും സോവിയറ്റ് യൂണിയനിലെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്കും അദ്ദേഹം രഹസ്യമായ യാത്രകൾ നടത്തി. ഓരോ തവണ അതിർത്തി കടക്കുമ്പോഴും അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, എൻ്റെ ബാഗേജിൽ നിന്റെ മക്കൾക്ക് എത്തിക്കേണ്ടുന്ന തിരുവെഴുത്തുകളുണ്ട്. നീ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അന്ധർക്ക് കാഴ്ച നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാഴ്ചയുള്ള ചിലരുടെ കണ്ണുകൾക്ക് അന്ധത നൽകണമേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പലപ്പോഴും ഫലിച്ചിട്ടുണ്ട്. മരണകരമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ, പലപ്പോഴും പിടിക്കപ്പെട്ടു എന്ന് കരുതുന്ന സാഹചര്യങ്ങളിൽ പോലും അത്ഭുതകരമായ ദൈവിക വിടുതലുകൾ അദ്ദേഹം അനുഭവിച്ചത് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രയം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. ആൻഡ്രുവിൻ്റെ യാത്രകൾ ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ല. അതിർത്തികളിൽ വെച്ച് നിരവധി തവണ അദ്ദേഹം പിടിക്കപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടായി. ഒരു തവണ കാറിൻ്റെ സീറ്റിനടിയിൽ ബൈബിളുകൾ ഒളിപ്പിച്ചു വെച്ച് അതിർത്തി കടക്കുമ്പോൾ പട്ടാളക്കാർ തോക്കുമായി വന്ന് ആ
കാർ മുഴുവൻ പരിശോധന നടത്തി. ഉള്ളുരുകിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത്. എന്നാൽ അവർക്കൊന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. സത്യത്തിൽ അതിനകത്ത് 100 കണക്കിന് ബൈബിളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വതന്ത്രമായി മുന്നോട്ട് പോയി. ആൻഡ്രുവിൻ്റെ ഈ ഫോക്സ് വാഗനെ അദ്ദേഹം തന്നെ വിളിക്കുന്നത് ഒരു അത്ഭുത കാർ എന്നാണ്. ഇതൊരു കഥാപാത്രത്തെ പോലെ ആ പുസ്തകത്തിൽ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. അപകടകരമായ പാതകളിലൂടെ, തകർന്ന റോഡുകളിലൂടെ, മഞ്ഞുമലകൾക്കിടയിലൂടെയൊക്കെ ഈ കാർ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടേയിരുന്നു. ആ കാറിൻ്റെ പല ഭാഗങ്ങളിലും ബൈബിൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്മഗ്ലറായി, കള്ളക്കടത്തുകാരനായി അദ്ദേഹം പട്ടാളക്കാരുടെ കണ്ണുകളെ വെട്ടിച്ച്, തോക്കുകളെ വെട്ടിച്ച് കടത്തിക്കൊണ്ടുപോയ ദൈവവചനം ആ രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം നിറച്ചു. പോളണ്ട്, സോവിയറ്റ് യൂണിയൻ, ചെക്കോസ്ലാവിക്ക, ചൈന, ക്യൂബ, റൊമാനിയ, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്കെല്ലാം അദ്ദേഹം ബൈബിളുകളുമായി നിരന്തരം യാത്ര ചെയ്തുകൊണ്ട്. ബ്രദർ ആൻഡ്രുവിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് ഓപ്പൺ ഡോർസ് എന്ന ഒരു അന്താരാഷ്ട്ര മിഷണറി സംഘടനയായി വളർന്നു. പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർ എവിടെയുണ്ടോ അവിടെ ഓപ്പൺ ഡോർസിൻ്റെ കരങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1980കളിൽ 1 ദശലക്ഷത്തിലധികം, അതായത് 10 ലക്ഷത്തിലധികം ബൈബിളുകളാണ് ചൈനയിലേക്ക് ഓപ്പൺ ഡോർസ് എത്തിച്ചത്. കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയോടുകൂടെ ലോകത്തിലെ വിവിധ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ വാതിലുകൾ മതവിശ്വാസത്തിന് വേണ്ടി, ക്രിസ്തീയതയ്ക്ക് വേണ്ടി, ബൈബിളിന് വേണ്ടി തുറക്കപ്പെട്ടു. അതോടുകൂടെ ആൻഡ്രുവിൻ്റെ ശ്രദ്ധ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും മാറി ഈ മുസ്ലിം ഫണ്ടമെൻ്റൽ രാജ്യങ്ങളിലേക്ക് തിരിയുവാനിടയായി. ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഒക്കെ മുസ്ലിം രാജ്യങ്ങൾ ഇരുമ്പുമറയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നതുപോലെ തന്നെ അതിതീവ്രമായ മുസ്ലിം തീവ്രവാദം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഇപ്പോഴും സുവിശേഷത്തിന് പ്രവേശനമില്ല, ബൈബിൾ സ്വതന്ത്രമായി കൊണ്ടു നടക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മിഷണറി പ്രവർത്തനങ്ങളെ, മിഷണറിമാരെ എത്തിക്കുക, ബൈബിൾ എത്തിക്കുക, അവർക്കുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഓപ്പൺ ഡോർസിൻ്റെ ഇപ്പോഴത്തെ പ്രധാന പ്രൊജക്റ്റുകളിൽ ഉൾപ്പെടുന്നത്. മാത്രവുമല്ല, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും ഓപ്പൺ ഡോർസിൻ്റെ കണ്ണുകളെത്തുന്നു. അവർ സജീവമായി പ്രവർത്തിക്കുന്നു. ലോകമെങ്ങുമായി ഏകദേശം 70ഓളം രാജ്യങ്ങൾ, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിരന്തരം അവരുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ നിരീക്ഷിച്ച് അവർ അതിൻ്റെ കണക്കുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഓപ്പൺ ഡോർസ് തയ്യാറാക്കുന്ന കണക്കുകൾ വേൾഡ് വാച്ച് ലിസ്റ്റ് എന്ന പേരിൽ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റാണ് ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ ക്രൈസ്തവ പീഡനത്തിൻ്റെ ആധികാരിക രേഖയായി ഇപ്പോൾ കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ആ ലിസ്റ്റിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 11ാം സ്ഥാനത്താണ് എന്നുകൂടെ മനസ്സിലാക്കുക. 2022 സെപ്റ്റംബർ 27-ന് 94ാമത്തെ വയസ്സിൽ നെതർലൻഡിലെ ഹാർഡ്വുഡിൽ വെച്ച് ബ്രദർ ആൻഡ്രു കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. വിശ്വാസം, ധൈര്യം, നിശ്ചയദാർഢ്യം എന്നിവയുടെ പ്രതീകമായി അദ്ദേഹം ലോകമെങ്ങും ദശലക്ഷക്കണക്കിന് ക്രൈസ്തവർക്ക്, യുവജനങ്ങൾക്ക് ആവേശമായി അദ്ദേഹത്തിൻ്റെ ജീവിതം, ആ കഥ ഇന്നും നിലനിൽക്കുന്നു. നമുക്കും അദ്ദേഹം ഒരു ആവേശമാകട്ടെ. അസാധാരണമായ പ്രവർത്തികളിലൂടെ ദൈവം തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുന്ന ആൻഡ്രുവിനെ പോലെയുള്ള നിരവധി മിഷണറിമാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപകടകരമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആ ദൈവദാസന്മാർക്ക് ദൈവം കൃപ നൽകേണ്ടതിനും ദൈവം അവരെ ശക്തീകരിക്കേണ്ടതിനും നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക്
നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.